ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ ഗീതു പറഞ്ഞതുപോലെ തന്നെ ബീച്ചിലേക്ക് ചെല്ലാനായിട്ട് പറയാണ് കിഷോറിനോട് നമ്മുടെ അവർണിക. ഗീതു പറഞ്ഞതുപോലെ ചെയ്യുന്നത് നിനക്കറിയാലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവർണിക അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ വന്ന് കിഷോറിന് വഴക്ക് പറയുക. എന്തിനാണ് അവളെ മോശക്കാരിയാക്കി ഭാര്യയുടെ മുമ്പിൽ സത്യസന്ധനാകാൻ ശ്രമിച്ചത്? അപ്പോഴേക്കും ഒരു എടുത്തുചാട്ടത്തിന് അങ്ങനെ പറ്റിപ്പോയി. ഗീതു അവർണിക ചേച്ചിയോട് സത്യം വിളിച്ച് പറഞ്ഞ അത് ഈ ചുറ്റുവട്ടത്തുള്ളവരോട് അവർണിക ചേച്ചി അന്വേഷിച്ച സത്യം തെളിയും. എന്തായാലും മാന്യനാകാൻ ശ്രമിച്ച ഏട്ടൻ സ്വന്തം ഭാര്യയുടെ മുന്നിൽ ചതിയനാകും. നോക്കിക്കോ, അവർണിക ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഏട്ടനാണ് ഗീതു ചേച്ചിയുടെ കാമുകനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന് തീ കൊളുത്തും അവർണിക ചേച്ചി. നമ്മുടെ കിഷോർ ചാടി എഴുന്നേക്കാട്ടോ. ഇനിയിപ്പോ രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, ഗീതുവിനല്ലാതെ വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ഏട്ടനെ. സത്യം വിളിച്ചു പറഞ്ഞ് ജീവിതം തീർക്കരുത് എന്ന് കരഞ്ഞ് അപേക്ഷിക്ക്, അല്ലാതെ ഇപ്പൊ വേറെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയാണ്. ശ്രീജ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കിഷോറിനും മനസ്സിലായി കേട്ടോ. ഇതേ സമയം ഗീതു ഭയങ്കര സങ്കടത്തിലാണ്. ഗീതു ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് തൊഴുകൈയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം തൻ്റെ ജീവിതം ഈ ഒരു രീതിയിലായി, എൻ്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഞാനും കണ്ണേട്ടനും ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയപ്പോൾ ഈ ഒരു രീതിയിൽ വീണ്ടും എൻ്റെ ജീവിതത്തിൽ വില്ലനായിട്ട് കിഷോർ എത്തിയത് എന്തിനാ എന്നൊക്കെ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കുക. അവൻ എന്നോട് ചെയ്തതിന് പകരമായിട്ട് അവൻ്റെ കുടുംബജീവിതം തകർക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറാതിരിക്കാൻ ഞാൻ അവന് ബോധപൂർവം ചില പണിഷ്മെന്റുകൾ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ മറ്റൊരു രീതിയിൽ അവനെ ചതിക്കാൻ നോക്കിയിട്ടില്ല. അവരുടെയിലേക്ക് അവൻ പൂർണ്ണമായും ഒതുങ്ങിക്കൂടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അവൻ അതിൻ്റെ പ്രതികാരമായിട്ട് തെറ്റിദ്ധരിച്ച് എന്നെ അപമാനിക്കാനല്ലേ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ സത്യസന്ധത അവർണികയെ അറിയിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ലേ ഞാനൊരു വഞ്ചകിയല്ല എന്ന് അവന്റെ സാന്നിധ്യത്തിൽ ഞാൻ തെളിയിക്കണ്ടേ എന്നൊക്കെ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഗീതുവിന് ഈ സമയം ഒരു ഫോൺ കോൾ വരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ കിഷോർ തന്നെയാണ് വിളിക്കുന്നത്. ഗീതു ഒരു നിമിഷം ആലോചിച്ചു കോൾ എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെ ഭഗവാന്റെ മുമ്പിലേക്ക് ആ കോളുമായിട്ട് വരികയാണ്. എന്തായാലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ കോൾ എടുത്ത് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഏറ്റവും സൗമ്യമായിട്ട് അവനോട് സംസാരിക്കാനുള്ള ആത്മനിയന്ത്രണം എനിക്ക് തരണേ ഭഗവാനെ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ഇതേ സമയം കിഷോർ അവൾ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ശ്രീജയും തൊട്ടരികിൽ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഗീതു വന്നിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേക്ക് വന്ന് കോൾ എടുത്തു. ഹലോ കിഷോർ, പറഞ്ഞോളൂ കിഷോർ, ഏൽപ്പിച്ച വർക്കൊക്കെ തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുപോലെ ഇങ്ങനെ ചോദിക്കുക. ഞാനിപ്പോൾ വിളിക്കുന്നത് ഒഫീഷ്യലായിട്ടല്ല, പേഴ്സണലായിട്ടാണ് എന്ന് കിഷോർ പറയുകയാണ്. അതിന് നമുക്കിപ്പോൾ പേഴ്സണലായിട്ടൊരു ബന്ധമില്ലല്ലോ, പിന്നെന്താ? പ്ലീസ് ഗീതു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ ബീച്ച് വെച്ച് കാണണമെന്ന് അവർണിക പറഞ്ഞായിരുന്നു ഇവിടെ വന്ന്. അല്ല, എന്തിനു വേണ്ടിയാ കാണുന്നതെന്ന് ഭാര്യ പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതു, ദയവ് ചെയ്ത് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജീവിതം എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് പ്ലീസ് ഗീതു. ഞാൻ കുഴിച്ചിട്ടതൊക്കെ കുഴി മാന്തി പുറത്തേക്കെടുത്തത് നീയല്ലേ, എന്നിട്ട് ഞാനായി ഇപ്പൊ കുറ്റക്കാരി. എന്തൊക്കെയാ നീ ഇപ്പൊ അവർണികയോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ഗീതു ശരിക്കും ദേഷ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം, അതെന്റെ നാവുപിഴയാണെന്ന് കരുതി നീ ഒന്ന് ക്ഷമിച്ചൂടെ? ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു. എനിക്ക് മുമ്പിലിരുന്ന് നീ നിന്റെ ഭാര്യയുടെ മുമ്പിൽ ഉരുകിത്തീരുന്നത് കണ്ട് എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് നീ ചെയ്ത വലിയ തെറ്റ്, നിന്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് പറഞ്ഞ ആ കൊള്ളരുതായ്മകളാണ്. അതെനിക്ക് പോർക്കാനാവില്ല കിഷോർ. ഈ കഥ തന്നെ ആയിരിക്കുമല്ലോ നീ നിന്റെ അമ്മയോടും പെങ്ങളോടും നിന്റെ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്ന്, യഥാർത്ഥ ചതിയൻ നീ ആയിരുന്നുവെന്നും എനിക്ക് ആദ്യം നിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ കേട്ട് കിഷോർ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുമോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ എന്നാണ് കിഷോറിൻ്റെ ആ ഒരു വിചാരം. നമുക്കിടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയും എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ച് പറഞ്ഞു കേട്ടോ. കിഷോർ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ അവർണിക ഇങ്ങനെ വന്ന് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കിഷോർ സംസാരിക്കുന്നത് പുറകിൽ വന്ന് ശ്രീജയുടെയും പുറകിൽ, ശ്രീജയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും, പ്ലീസ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും,
അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. പഴയ ബന്ധം അറിയാവുന്ന ഒരുപാട് അയൽക്കാരുണ്ടല്ലോ, അവരെയൊക്കെ വിളിക്കാം. നീ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ സത്യം എന്ന് അവര് പറഞ്ഞോളും. അപ്പോഴേക്കും നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നഷ്ടം നിനക്കായിരിക്കും ഗീതു. അപ്പോഴേക്കും ഗീതു ചിരിക്കാട്ടോ. എനിക്ക് എന്ത് നഷ്ടപ്പെടാനാ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിന്നെ പോലെ എല്ലാം ഒളിപ്പിച്ചു വെച്ച കല്യാണമൊന്നും ആയിരുന്നില്ലല്ലോ എന്റേത്. ഗോവിന്ദേട്ടൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീയുമായിട്ടുള്ള റിലേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭർത്താവ് എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? നീ പിന്നെ എന്നെ എന്തു പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. എന്തായാലും നമ്മുടെ കിഷോർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഈ അവർണിക പുറകെ വന്ന് നിൽക്കുന്ന ശ്രീജ കണ്ടു കേട്ടോ. ശ്രീജയ്ക്ക് പറയാനും പറ്റുന്നില്ല, കോള് കട്ട് ചെയ്യാനായിട്ട്. ഇനിയൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഉണ്ടോ എന്നിങ്ങനെ ഗീത ചോദിക്കുകയാണ്. അപ്പൊ കിഷോർ ഈശ്വര എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. മൗനം ചതിയന്മാർക്കേ ഭൂഷണമാണ്, ഭൂഷണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. കിഷോർ, എൻ്റെ ജീവിതത്തിലെ അവസാന നഷ്ടം ബാംഗ്ലൂരിൽ വെച്ച് അവസാനിച്ചു. ഇനിയൊരു നഷ്ടം എനിക്ക് വരാനില്ല. ഗീതാഞ്ജലി ഗോവിന്ദിന് ഇത് നേട്ടങ്ങളുടെ കാലം, നേട്ടങ്ങളുടെ മാത്രം കാലം. ഒന്നും മിണ്ടാനില്ല കേട്ടോ കിഷോറിന്. ഇനിയുള്ള കാര്യം നമുക്ക് നേരിട്ട് ബീച്ചിൽ വെച്ച് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. കിഷോർ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ശ്രീജ പുറകിൽ നിൽപ്പുണ്ട്, തൊട്ട് പുറകിൽ അവർണികയിൽ നിൽപ്പുണ്ട്. ഫോണും വെച്ച് കയറിപ്പോകുന്ന കിഷോറിന്റെ പുറകെ അവർണിക വന്നിട്ട്, കിച്ചു ആരെ ഇപ്പൊ കിച്ചു വിളിച്ചത്? വരില്ല എന്ന് നീ ആരോടാ പറഞ്ഞത്? ആരോടാ നീ പറഞ്ഞത്? വലിയ നഷ്ടം ആർക്ക് സംഭവിക്കുന്ന നീ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും ശ്രീജയും കിഷോറും പേടിച്ചങ്ങനെ നിൽക്കുക. എന്താ കിച്ചു, എന്താ നീ എന്നിൽ നിന്ന് വിളിക്കുന്നത്? മറുപടി ഇല്ലേ? അപ്പോഴേക്കും ശ്രീജ ചോദിച്ചു, എന്തിനായിട്ടാ മറച്ചു വെക്കുന്നത്? എപ്പോഴായാലും ചേച്ചി അറിയേണ്ടതല്ലേ എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ കിഷോർ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കണ്ണും തള്ളി നിൽക്കുക. എല്ലാം തുറന്ന് പറഞ്ഞേരെ, ചിലപ്പോൾ ഈ പ്രശ്നത്തിന് ചേച്ചി തന്നെ ഒരു പരിഹാരം കണ്ടെത്തി തരും, ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോഴേക്കും അവർണിക ചോദിച്ചു, കിച്ചു എന്ത് കാര്യം ഞാൻ അറിയാത്ത നിനക്കുള്ളതോ? അപ്പൊ ശ്രീജ പറഞ്ഞു, ഞാൻ തന്നെ പറയാം ചേച്ചി. കിഷോർ പേടിച്ചറിഞ്ഞ് നിൽക്കുക. കുറച്ച് നാളായിട്ട് എൻ്റെ പിന്നാലെ നടന്ന് ശല്യം അവർണിക ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രീജ പെട്ടെന്ന് ഞങ്ങളുടെ പ്ലേറ്റ് മറിക്കുകയാണ്. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പിന്നെ എന്നെ കല്യാണം കഴിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഏട്ടനോട് ചെല്ലണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഏട്ടൻ പോവില്ല എന്നും പറഞ്ഞു. അപ്പോഴേക്കും അവർണിക കിഷോറിനെ നോക്കിയിട്ട് ചോദിച്ചു, ഇവള് പറയുന്നത് സത്യമാണോ? ഈ പറഞ്ഞവരെന്തെങ്കിലും വേലയും കൂലിയുണ്ടോ? അല്ല, ആദ്യം നല്ലവനാണെന്ന് തോന്നി, പിന്നെ അന്വേഷിച്ചപ്പോഴാ ഫ്രോഡാന്ന് തോന്നിയത്. പ്രേമം നടിച്ച് കാര്യം കണ്ടതിന് ശേഷം അവൻ ഉപേക്ഷിക്കും. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ചതിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവർണിക പറഞ്ഞു, പെണ്ണെന്ന് വെച്ച ആണിന്റെ ആവശ്യങ്ങൾക്കും അത് കഴിഞ്ഞ് ചതിക്കാനും വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചവരാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ചില ആണുങ്ങളുണ്ട്, വൃത്തികെട്ട ആണുങ്ങൾ എന്ന് അവർണിക പറയുമ്പോൾ സ്വയം തനിക്കിട്ട് കുത്തണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ശ്രീജ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി ഉഗ്രൻ പടി കൊടുത്തേനെ. അപ്പൊ എന്ത് ചെയ്യും എന്ന് കിഷോർ ചോദിച്ചപ്പോഴേക്കും 22 ഫീമെയിലെ നായിക വില്ലന് കൊടുത്ത മുട്ടാൻ പണിയില്ലേ, ഇങ്ങനെയുള്ളവർക്ക് ഇട്ടുകൊടുക്കേണ്ട ശിക്ഷ അതാണ്. മാർക്കിട്ട് കൊടുക്കണം അവനെ ശിക്ഷ എന്നും പറഞ്ഞിട്ട് അവർണിക അങ്ങോട്ട് കയറിപ്പോയി. ശ്രീജ പറഞ്ഞു, എൻ്റെ പൊന്നേട്ട, അങ്ങനെയാണെങ്കിൽ ബീച്ചിൽ ഗീതുവായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏട്ടനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊണ്ടുവരും. അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതേ സമയം ഗോവിന്ദ് ലാപ്ടോപ്പിൽ ഓരോന്ന് കുത്തിപ്പറക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഗീതു, വിഷമമൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗീതു ഇവന്റെ തൊട്ടരികിലേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ണേട്ടൻ പറഞ്ഞതുപോലെ മനസ്സ് തുറന്നൊന്ന് കരഞ്ഞ് അപ്പോൾ വിഷമമൊക്കെ മാറി. അപ്പൊ എന്നോട് പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല അല്ലേ? കണ്ണേട്ടൻ അറിയാത്തതൊന്നും ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇല്ല കണ്ണേട്ടാ എന്ന് ഗോവിന്ദനോട് ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോ, എന്നിട്ടിപ്പോ എന്തോ ഒരു കാര്യം പറയാനുണ്ട്, അത് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നോട് പോയതോ? പാകപ്പെട്ടില്ലേ? അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിന്റെ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് എന്നെ ബീച്ച് വരെ ഒന്ന് കൊണ്ടുപോകണം. ആഹാ, അത് ശരി, ഞാനിപ്പം നിന്റെ ബീച്ച് കൊണ്ടുപോകണം അല്ലേ? നടക്കില്ല മോളെ, നടക്കില്ല, ഞാനത് സമ്മതിക്കില്ല. കാല് വയ്യ. അപ്പൊ എനിക്കിപ്പോ നടക്കാറായി. ശരിക്കും കാല് ശരിയായി എന്ന് കരുതി അപ്പോഴേ ചാടി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഓരോ ദിവസത്തേക്ക് കൂടി റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട്. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അത് പോരാ, എനിക്ക് ഇന്ന് തന്നെ ബീച്ചിൽ പോകണം. പറയുന്നത് അനുസരിക്ക് ഗീതു. കണ്ണേട്ടനെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ചില കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും കണ്ണേട്ടനെ ഞാൻ ഇതുവരെ ധിക്കരിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ ധിക്കരിക്കണം. എൻ്റെ ജീവിതം തകർത്തവനെ കാണാൻ. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവാണ് കണ്ണേട്ടൻ. എന്തായാലും കണ്ണേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണം. പുരുഷൻ കെട്ടിയ താലിയുടെ വില മനസ്സിലാക്കാതെ
എൻ്റെ വിവരക്കേടും പക്വതക്കുറവും കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. കണ്ണേട്ടന് ഞാനൊരു കോമാളിയെ പോലെ കൂടെ കൊണ്ട് നടന്നിട്ടുണ്ട്. നിവർത്തികേട് കൊണ്ട് കുറച്ച് നാളത്തേക്ക് വലിയൊരു കോടീശ്വരന്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു സ്വയം കൊണ്ട് കണ്ണേറ്റന് ഞാൻ എൻ്റെ വിരൽത്തു മുമ്പിലിട്ട് ചുറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗീതു ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയാട്ടോ. താലി കെട്ടിയവൻ എന്ന മര്യാദ പോലും കാണിക്കാതെ കണ്ണേട്ടന്റെ മുമ്പിൽ വെച്ച് എൻ്റെ കാമുകന്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. ഗീതു കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അവന്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ ഞാൻ എത്രത്തോളം വെറും ഒരു ഡ്രൈവറാക്കി, വെറും ഒരു കോമാളിയാക്കി, ഒരു സെർവൻറ്റിനോട് എന്ന പോലെ ഞാൻ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു നിന്ന് വിതുമ്പാണ്. എന്നിട്ട് ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ്. നമ്മുടെ ഗോവിന്ദന്റെ മുമ്പ് വെച്ച് ഈ കിഷോറിനരികിലേക്ക് ഓടിപ്പോയൊരു ഗീതമുണ്ട്. കിഷോറിനോടൊപ്പം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിരുന്ന ഗീതമുണ്ട്. കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇവൻ ഡ്രൈവറായിട്ട് ഗോവിന്ദ് മുന്നിൽ പോകുമ്പോൾ പുറകെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഗീതമുണ്ട്. പെട്ടിയെടുപ്പിച്ച ഗീതു, അതായത് ഗോവിന്ദനെ കൊണ്ട് പെട്ടിയെടുപ്പിച്ച ഗീതു. ഇതൊക്കെ കണ്ട് കിഷോറും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഗീതു ഇങ്ങനെ പറയാട്ടോ, സോറി കണ്ണേട്ടാ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഗോവിന്ദു ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ പോലെ തോന്നി കേട്ടോ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം മറന്നിട്ട് ഞാൻ എന്നെ കിഷോറിനെ ഏൽപ്പിക്കാനായിട്ട് എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വന്നില്ലേ കണ്ണേട്ടനെ മനസ്സിലാക്കാൻ ഞാൻ വൈകി. കിഷോറിൻ്റെ ചതി വരെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നില്ലേ? അപ്പോഴേക്കും ഇതൊക്കെ നിർബന്ധിച്ചത് കൊണ്ടൊന്നും അല്ല, അതൊക്കെ ഞാൻ മനസ്സായിട്ട് തന്നെ ചെയ്തതാ എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ഗീതു പറഞ്ഞു, അതെനിക്കിപ്പം മനസ്സിലാകും. കണ്ണേട്ടൻ എന്നോടൊപ്പം ബാംഗ്ലൂർക്ക് അയച്ചത് ഈശ്വരൻ തന്നെയാണ് കണ്ണേട്ടൻ എന്നോടൊപ്പം ബാംഗ്ലൂർക്ക് അയച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് അവന്റെ ചതികൾ മനസ്സിലാവില്ലായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഏതവസ്ഥയിൽ എങ്ങനെ ജീവിക്കും എന്ന് എനിക്കറിയില്ല. ഗോവയിൽ ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ കൂടെയോ ഒക്കെ ഞാൻ ചിലപ്പോൾ ഇരയായിട്ട് കഴിയേണ്ടി വന്നേനെ, അല്ലെങ്കിൽ ജീവിതം മടുത്ത് ഒരു പക്ഷെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നേനെ എന്നും പറഞ്ഞിട്ട് ഗീതു നിന്ന് കരയാട്ടോ. ഇതെന്താ ഇപ്പം ഇങ്ങനെ ഗീതു എന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, ഗീതു, നമ്മുടെ ഒരു കോൺട്രാക്ട് മാരേജൊക്കെ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നിൽ നിന്ന് കിഷോറിലേക്ക് പോകാനുള്ള ആ ഒരു കോൺട്രാക്ട് നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പം നിന്നെ തെറ്റു പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങൾ തകർത്തതും കണ്ണേട്ടന് ഞാനൊരു ബഫൂണാക്കി വേഷം കെട്ടിച്ചതുമെല്ലാം ആ ചതിയൻ കാരണമല്ലേ? അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അതിനപ്പോഴൊന്നും നിനക്ക് അറിയില്ലല്ലോ അവൻ ചതിക്കുന്നത്. അവൻ്റെ ചതി നിനക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ അവനോട് കാണിച്ച സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും നിന്നെ തെറ്റു പറയാനൊന്നും പറ്റില്ല ഗീതു. അപ്പം കണ്ണേട്ടനെ മുൻനിർത്തി ഞാൻ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊക്കെ എൻ്റെ വലിയ തെറ്റ് തന്നെയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, അതൊന്നും സാരമില്ല, പോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, അന്ന് നടന്നതൊക്കെ എൻ്റെ മാത്രം തെറ്റുകളായി. എനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് അവൻ വന്നിരിക്കുക. ആര്? കിഷോർ എന്ന് ഗീതു ഇങ്ങനെ പറയാട്ടോ. ഗോവിന്ദന് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോഴേക്കും ഗീതു നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ. അന്ന് കിഷോറിനെ കാണാനായിട്ട് എൻ്റെ ഒപ്പം ബാംഗ്ലൂർക്ക് വന്നില്ലേ, അതേപോലെ ഒരിക്കൽ കൂടി എൻ്റെ ഒപ്പം കിഷോറിനെ കാണാനായിട്ട് ബീച്ചിലേക്ക് വരണം കണ്ണേട്ടൻ. കിഷോറിന് എന്നെക്കുറിച്ച് അവർണികയോട് അത്ര മോശമായ രീതിയിലാണ്, വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. പണത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും പ്രേമിക്കുന്ന വിലകെട്ട ഒരു പെണ്ണാണ് ഞാൻ എന്ന രീതിയിൽ അവൻ അവർണികയോട് സംസാരിച്ചു. ഇത് കേട്ട് ഗോവിന്ദ് ഞെട്ടുവാട്ടോ. ഗോവിന്ദന് കലി അടക്കാനാകുന്നില്ല. ദേഷ്യത്തോടെയാണ് ഗോവിന്ദ് ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് അവർണിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതു പറയാ. അവൻ എവിടെയുണ്ട് ഇപ്പോൾ എന്ന് ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കുക. അവനെ എനിക്ക് ഇപ്പം കാണണം എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണേട്ടാ വേണ്ട കണ്ണേട്ടാ എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ തോന്നിവാസം പറഞ്ഞത് ഏതെങ്കിലും ഒരു പെണ്ണിനോടല്ല, എൻ്റെ ഭാര്യയോടാ. അറക്കൽ ഗോവിന്ദ് മാധവന്റെ ഭാര്യയെക്കുറിച്ച് അവൻ എവിടെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഗോവിന്ദിന്റെ ആ ഒരു ദേഷ്യം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗോവിന്ദ് അന്യനായി മാറിയിരിക്കുക. ഗീതു അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് ഗോവിന്ദിനെ. കണ്ണേട്ടാ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല, നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പം എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കണ്ടേ? അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അവൻ എന്നെക്കുറിച്ചല്ലേ പറഞ്ഞത്, അതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനല്ലേ? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, ഈ കണക്ക് പറഞ്ഞു തീർക്കാൻ കിഷോറും മാത്രം മതി, ഇനി ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു, കണ്ണേട്ടാ, കിഷോർ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും യഥാർത്ഥ ചതിയൻ അവനാണ് എന്നും എനിക്ക് അവർണികയോട് തുറന്ന് പറയണം കണ്ണേട്ടാ, തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ.
അവർണികയുടെ കുടുംബജീവനം തകരണ്ടായി എന്ന് കരുതിയിട്ടാണ് കിഷോറിനെ കുറിച്ച് ഒന്നും അവർണികയോട് ഞാൻ ഇതുവരെ പറയാതിരുന്നത്. അവനിപ്പോൾ എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതുകൊണ്ട് എനിക്ക് പലതും പറഞ്ഞേ പറ്റൂ. ഇനി ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല. അപ്പോൾ അവനെ ഈ നിമിഷം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മൾ അവന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ലേ. ഒരിക്കലും അവനെ സ്വതന്ത്രനാക്കരുത്. അവർണികയുടെ മുന്നിൽ വെച്ച് എനിക്ക് കിഷോറിനോട് ചോദിക്കണം. സംഭവിച്ച ഓരോ കാര്യങ്ങളും ഒരെണ്ണം വിടാതെ ചോദിക്കണം. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചത് കിഷോർ ആണെന്ന് എനിക്ക് അവൻ്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കണം. നോക്കിക്കോ, ഞാൻ പറയിപ്പിക്കുക തന്നെ ചെയ്യും. കണ്ണേട്ടൻ്റെ എൻ്റെ കൂടെ ബീച്ചിലേക്കൊന്ന് വന്നാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, അവർണികയും അവളുടെ ജീവിതത്തെയും അവനിൽ നിന്നും മാറ്റിയെടുക്കണം എന്ന് തന്നെ ഇങ്ങനെ പറയാണ്. എന്തായാലും നമ്മുടെ ഗോവിന്ദും ആ ഒരു കട്ട കലിപ്പിൽ തന്നെയാണ്. ഇതേ സമയം നമ്മുടെ ശ്രീജ കിഷോറിനോട് പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ, ഇതിനെല്ലാത്തിനും ഇന്നത്തോടെ ഒരു തീരുമാനമാകും. അപ്പോൾ ഗീതുവിനാണെങ്കിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ഗോവിന്ദ് സാറിന് ഗീതുവിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് ഏട്ടൻ അവർക്കിടയിൽ ഒരു വിഷയമേ അല്ല. അപ്പോൾ എനിക്കതല്ലല്ലോ. അവർണികയുടെ ഡാഡി ഇത് വല്ലതും അറിഞ്ഞാൽ പിന്നെ എന്നെ വെറുതെ വിടില്ല. അവർ പച്ചയ്ക്ക് കൊടുത്തു തന്നെ. അപ്പോഴേക്കും നമ്മുടെ അമ്മ വരും കേട്ടോ. രണ്ടുപേരും എന്തിനെക്കുറിച്ചാണ് ചർച്ച? ഞങ്ങൾ വേറൊരു ജോലിക്കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അതൊന്നും അല്ല, വേറെന്തോ വലിയ കാര്യമാണ്. അപ്പം അമ്മ അറിയാനുള്ള കാര്യമാണെങ്കിൽ പറയും. എന്നെ ഒളിപ്പിക്കാൻ നോക്കുമൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും കേട്ടോ എന്ന് ശ്രീജിയുടെ അമ്മ പറയുക. അപ്പം അവർണിക പറഞ്ഞു, അമ്മ അറിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല, ഇത് നേർക്ക് നേരെ തീർക്കേണ്ട കാര്യമാണ് എന്ന് അവർണിക വന്ന് പറയണ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോറിഞ്ഞ് ഞെട്ടു കേട്ടോ. അപ്പോൾ ശ്രീജയെ ശല്യം ചെയ്യുന്ന ആളുടെ കാര്യത്തിന് ഉടനെ തന്നെ തീരുമാനം ഉണ്ടാക്കാം എന്ന് അവർണിക പറഞ്ഞപ്പോൾ, എടി നിന്റെ പുറം നടക്കുന്ന ആരാടി എന്ന് ചോദിച്ച അമ്മ, അതൊക്കെ ഞാൻ ഏട്ടനോട് ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, ഇവിടെ നടക്കുന്ന പലതും ഞാൻ അറിയുന്നില്ല എന്ന്. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ അത് ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട, കൊള്ളാവുന്ന ഒരാളെ തന്നെ കണ്ടെത്തി നമുക്ക് ഇവളുടെ വിവാഹം നടത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശ്രീജ പെട്ടു ഈശ്വര, ഇനിയിപ്പോൾ കെട്ടു നടത്തുമെന്നാണ്. എന്തായാലും കിച്ചു നമ്മളിപ്പോൾ ആദ്യം ഗീതാഞ്ജലിയെ കാണാനായിട്ട് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രീജയുടെ അമ്മയും കൂടെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രീജ ഒക്കെ വീണ്ടും ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമല്ല. ശ്രീജയുടെ അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അപ്പോൾ എനിക്കൊരു കോളുണ്ട് അവർണിക്ക്. പിന്നെ എനിക്ക് കോളുണ്ടെന്ന് പറഞ്ഞാൽ ഫോൺ കോളല്ല, പനിക്കോളുണ്ട്. കടൽക്കാറ്റടിച്ചാൽ അതിൻ്റെ ഇത് കൂടും, മിക്കവാറും പനി കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കടൽക്കാറ്റ് വേണോ കൊടുങ്കാറ്റ് വേണോ എന്ന് നീ ആദ്യം തീരുമാനിക്കുക. ഗീതാഞ്ജലി ആവശ്യപ്പെട്ടതുപോലെ കിച്ചു എൻ്റെ കൂടെ വന്നാൽ കടൽക്കാറ്റിൽ നിൽക്കും, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ അവൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അവസ്ഥ വരും, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പൊന്നെ ഞെട്ടിത്തരിച്ച് കിഷോർ ഇങ്ങനെ നിൽക്കുക. എന്താ നമ്മൾ രണ്ടുപേരും പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിഷോറൊന്നും മിണ്ടുന്നില്ല. ഞാനിപ്പോൾ വിളിച്ചിരുന്നു ഗീതാഞ്ജലിക്കൊപ്പം ഗോവിന്ദ് സാറും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കിഷോറിന് പൂർത്തിയായി തൃപ്തിയായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ.